ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കോളിഫ്ലവർ ബജ്ജിയാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ കോളിഫ്ലവർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒത്തിരി മരുന്നുകളൊക്കെ അടിച്ചാണ് ഇത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു തവണ നമ്മൾ കഴുകിയാൽ ഇതിൻ്റെ കീടനാശിനികളൊന്നും പോയില്ല, വിഷാംശങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇത് നമുക്ക് 2 മണിക്കൂർ മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയും ഇട്ട വെള്ളത്തിൽ നമുക്കിത് മുക്കി വെക്കേണ്ടതുണ്ട്. എങ്കിലാണ് അതിൻ്റെ ആ വിഷാംശമൊക്കെ കുറച്ച് പോകത്തുള്ളൂ. ഇതിനായിട്ട് ആവശ്യമായ സാധനങ്ങളാണ് കടലമാവ്, അതുപോലെ തന്നെ മൈദാപ്പൊടി, അരിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് പൊടി. ഇതാണ് ഇതിനായിട്ട് ആവശ്യമായവ. ഇനി നമുക്ക് ബജ്ജിക്കുള്ള മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ മീറ്റ് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളം ഊറാൻ വെച്ച ഓരോ കഷ്ണം കോളിഫ്ലവർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മാവ് കോളിഫ്ലവർ എല്ലാം നല്ല മിക്സ് ആക്കി നമ്മൾ വെച്ചേക്കുവാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ കോളിഫ്ലവർ വെച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇടുമ്പോൾ എല്ലാം ഓരോന്ന് വെച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെച്ചെടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തുടർച്ചയായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകുന്നതായിരിക്കും. കൂടാതെ ഇതിന്റെ ഉള്ളിൽ വെന്ത് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഏകദേശം നന്നായിട്ട് മൂത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ബജ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി ചൂടോടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഈ സ്നാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഇത് നല്ല ചൂടോടെ സെർവ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നല്ല ടേസ്റ്റ് അനുഭവപ്പെടുക. അങ്ങനെ വേണം നമ്മളിത് സെർവ് ചെയ്യാൻ കേട്ടോ. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ വെച്ച് ഫ്രൈ ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ഉദ്ദേശിച്ച ആ രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഇതിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബജ്ജിക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു തേങ്ങ കൊണ്ടുള്ളൊരു പച്ചച്ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് കുറച്ച് മല്ലിയിലയും, ഒരു പച്ചമുളകും, 2 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയാണ്. പിന്നെ തേങ്ങയും കൂടിയാണ് നമ്മളിവിടെ എടുത്തു വെച്ചേക്കുന്നത്. നമുക്കിനി ഇത് വെച്ചൊരു ചമ്മന്തി അരയ്ക്കാം. നമുക്കിനി ചമ്മന്തിക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ കൊണ്ടുള്ള പച്ചച്ചമ്മന്തി നമുക്ക് അരഞ്ഞു കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് അരഞ്ഞു കിട്ടാൻ. എങ്കിലാണ് ആ ഒരു നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ മാറ്റി വെക്കാം.
ബജ്ജിയും പച്ചച്ചമ്മന്തിയും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് വെച്ച് നമുക്ക് കൂട്ടി കഴിക്കാവുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനിയും എൻ്റെ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്